നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ മലപ്പുറം റൂട്ടിലായിട്ടുള്ള സ്കൂൾ പടി, അരിപ്പുറ സ്കൂൾ പടി എന്നുള്ള ലൊക്കേഷനാണ്. എൻ്റെ നേരെ പുറകിൽ കാണുന്നത് ദോസ്ത് എന്നുള്ള യൂസ്ഡ് കാർ ഷോറൂമാണ്. ഇവിടെയുള്ള കുറച്ച് അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം. കമൺ. 2015 മോഡൽ ഓൾട്ടോണ്ണൂർ ഉണ്ട്. 1.80 അടുത്ത് റേറ്റ് വരുന്നുള്ളൂ. 2.25 വരെ ലോൺ കിട്ടും, ക്യാഷ് ബാക്കും കിട്ടുന്ന വണ്ടിയാണ്. 2013-14 മോഡൽ ഓൾട്ടോണ്ണൂർ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് ആകെ 1.80 താഴെ ആയിട്ടാണ്. മാക്സിമം ഫുൾ ലോൺ തന്നെ കിട്ടുന്നുണ്ടാവും. 2019 മോഡൽ സ്വിഫ്റ്റ് VSI ഉണ്ട്. വെറും 19,000-20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2 വണ്ടികളുണ്ട്. അതും നല്ല അടിപൊളി റേറ്റിലായിട്ട് മാക്സിമം ലോണും കിട്ടുന്നുണ്ടാവും. ഇനി 2 ലക്ഷം രൂപയ്ക്ക് താഴെ വാഗണർ വേണ്ടവർക്കാണെങ്കിൽ ന്യൂ ഷേപ്പിൽ K സീരീസ് എഞ്ചിൻ വരുന്ന മൈലേജ് ഉള്ള വാഗണർ റേറ്റ് വരുന്നത് 1.90 ഉള്ളൂ. മാക്സിമം ലോണും കിട്ടുന്നുണ്ടാവും. 2014 മോഡൽ വാഗണർ ഉണ്ട്. റേറ്റ് വരുന്നത് 2,60,000 രൂപയ്ക്കും താഴെയാണ്. ഏകദേശം 2.25 ലക്ഷം രൂപ വരെ ലോണ് കിട്ടുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഹിസ്റ്ററി ഉള്ള നല്ല കിടിലൻ ക്വാളിറ്റി വണ്ടി. ഇങ്ങനെയുള്ള കുറച്ച് അടിപൊളി വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാനുള്ള എല്ലാം തന്നെ. മാക്സിമം ലോണ് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ മാക്സിമം കമ്പനി ഹിസ്റ്ററിയും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് ഇവിടെ പരിചയപ്പെടാനുള്ള എല്ലാം തന്നെ. അപ്പോൾ നമുക്കുള്ള ഒരു വണ്ടികൾ പരിചയപ്പെട്ട് തുടങ്ങും. വീഡിയോ തീരുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 100K സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഫ്രീ കാർ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വേണ്ടത്തെ വീഡിയോ ആദ്യത്തെ വണ്ടി നമുക്ക് ഫോർഡ് ഫീഗോ പറയാം. ഓക്കെ, 2011 മോഡൽ. പെട്രോൾ ആണോ ഡീസൽ? ഡീസൽ. വേരിയന്റ് ഏതാ വരുന്നത്? ട്രെൻഡ് ലൈൻ വേരിയന്റ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 1.20. ഫോർഡ് ഫിഗോ 2011 മോഡൽ. ഡീസൽ അതിനെ കൊണ്ട് ടർബോ ഇഞ്ചക്ട് അതൊക്കെ നമ്മൾ പണിയെടുത്ത് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. എടുക്കുന്ന ആൾക്ക് ഫോർഡ് ഫിഗോ നമുക്ക് ധൈര്യത്തിൽ കൊടുക്കാം. നമ്മള് എല്ലാ പണികളും കഴിച്ച് ഇറക്കിയതാണ്, ധൈര്യത്തിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് എടുക്കുന്ന ആൾക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കിലോമീറ്റർ ജനുവില 1.20 കിലോമീറ്റർ. നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത് ഫൈനൽ നമുക്ക് റേറ്റ് ഒരു 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. 2011 ചെറിയ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. വർക്ക് എടുത്ത് നമ്മൾ റേറ്റ് നോക്കുക 1.40, 1.35 ഒക്കെ വന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഒരുപാട് റേറ്റ് നമുക്ക് എടുക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഓടാൻ പറ്റിയ ഒരു ഇതില് നമുക്ക് റേറ്റിൽ കൊടുക്കാം. ഇഞ്ചക്ടർ കാര്യങ്ങളൊക്കെ നമ്മൾ പണിയെടുത്താണ്. ഏകദേശം 20 പുറത്തൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 20 പുറത്ത് മൈലേജ്. ഫോർഡിന്റെ ഇപ്പൊ നിർത്തിയെങ്കിലും സ്പെയർ കിട്ടുന്നത് നമ്മള് 11 ആ റേറ്റിൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് അത്ര റേറ്റ് വന്ന കൂടി നമ്മൾ കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ലോൺ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ലോൺ നമുക്ക് ഈ നമ്മളെ ഏരിയയിൽ പെരുന്തൽമണ്ണ മാത്രം ആയിരിക്കില്ല, നമ്മൾ സീറ്റ് ലോൺ അങ്ങനെ പല ഫിനാൻസ് ചെയ്യാൻ നോക്കാം. ബാങ്ക് ലോൺ കയറത്തില്ല. അടുത്ത് നമുക്ക് അൾട്ടോണ്ണൂർ 2015 LXi. 2015 ഓൾട്ടോണ്ണൂർ LXi. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നത്. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഓണർഷിപ്പ് തേർഡിലെ കിടക്കുന്നു. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ. കമ്പനി ഹിസ്റ്ററി പക്കയാണോ? നമുക്ക് എടുക്കാം. കമ്പനി ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്ത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ലക്ഷം കറക്റ്റായി ഓടിയിട്ടുണ്ട്. കറക്റ്റ് 1 ലക്ഷം ഓടിയിട്ടുണ്ട്. 2015 ഓൾട്ടോണ്ണൂർ ശരിക്കും റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്ക് 2.20, 2.30 കൊടുക്കുന്ന വണ്ടിയാണ്. നമുക്ക് ഇതും എന്താ വെച്ചാൽ ബോണറ്റും മെയിൻ ഗ്ലാസും ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഡാമേജ് വന്നിട്ട് അവർ മാറ്റിയാണ്. അപ്പൊ നമുക്ക് ചേസിലേക്കോ അബ്രോണോ അങ്ങനെ മേലൊക്കെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് റേറ്റ് നമുക്ക് ഒരു 1.90 ഫൈനൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് നോക്കാം, നല്ല ചെയ്യാൻ പറ്റുന്നവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ നമുക്ക് കിട്ടും. ക്യാഷ് ബാക്ക് വാങ്ങിച്ചാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ എന്തെങ്കിലും എമൗണ്ട് ക്യാഷ് ബാക്കിൽ ക്യാഷ് ബാക്ക് വാങ്ങിച്ചാൽ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഉണ്ടെങ്കിൽ കൂടെ എടുക്കുന്ന ആൾക്ക് റിസ്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും മെക്കാനിക്കൽ വണ്ടി ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് റണ്ണിങ് ഒക്കെ. അടുത്തത് 2011 മോഡല് വാഗണർ LXi വരുന്നത്. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്നുണ്ട്. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടോ? ഒരു 96,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. K സീരീസ് എഞ്ചിൻ ആണ്. 15 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം ഒരു ബോഡി ക്വാളിറ്റി എല്ലാ കാര്യങ്ങളും ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. 1.25-2 റേഞ്ചിലെ ലോൺ ഫിനാൻസ് ബാങ്ക് കിട്ടില്ല. ബാങ്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം 11 വണ്ടിയെ കൊണ്ട് കിട്ടില്ല. KL23 രജിസ്ട്രേഷൻ ആണ്. എടുക്കുന്ന ആൾക്ക് വർക്ക് ഉണ്ടോ? ഇല്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. മെക്കാനിക്കൽ ചെയ്താണ്. ഇനി എടുക്കുന്ന ആള് ഏതൊരു വണ്ടി എടുക്കുകയെങ്കിലും അവര് ഓയിൽ ചേഞ്ചിങ് അങ്ങനെ ചെറിയ അവർ ചെറുതായി ചെക്ക് ചെയ്യേണ്ട കാര്യം അവർ ഉത്തരവാദിത്തം. നാട്ടുകടപ്പാണ്. കാരണം എടുത്തുകൊണ്ടേ നമ്മള് എന്തെങ്കിലും ചെറിയ പണി അവർ നോക്കേണ്ടി വരും. കാരണം
ഈ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ കൊടുന്ന് നിർത്തുന്ന വണ്ടികളല്ലേ. ഓക്കെ, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഫൈനലിൽ ഒരു താഴെ കിട്ടുമോ? 2 താഴെ കൊടുക്കും, ഒരു 1.90 കൊടുക്കാം. 1.90 2011 LXi നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വേരിയേഷൻ കമ്മിയായി കൊടുക്കാം, ചെറുതായിട്ട്. ഫുൾ ലോണിൽ നമുക്ക് എന്താ പറഞ്ഞത് 11 ആവുകൊണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഫിനാൻസ് നമുക്ക് ചെയ്തു ഇൻട്രസ്റ്റ് കുറച്ച് കൂടുതലാവുന്നുള്ളൂ, എന്നാലും അവർക്ക് ഓക്കെ ചെയ്ത് കൊടുക്കാം. അടുത്ത കിഡ്, റിനോൾട്ടിന്റെ കിഡ് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 52,000. ഓണർഷിപ്പ് സെക്കൻഡിൽ കിടക്കുന്ന വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി പക്കയാണോ? എടുക്കാം, കമ്പനി ഹിസ്റ്ററി എടുക്കാം. ടയർ കാണുന്നുണ്ട് 2016 കിഡിന്. ഇത് 800cc ആണ്, 1000cc കിഡാണ്. RST എന്നുള്ള ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് സിംഗിൾ എയർ ബാഗ് ഉണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, ബാക്ക് ലോക്കാണ്. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. 1000cc ഏകദേശം 15 റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 2.40 ചെയ്ത് കൊടുക്കാം. 2.40. സാധാരണ കിഡ് നമ്മൾ 2-2.25 കാണാറുണ്ട്. അത് നമുക്ക് 800cc ആയിരിക്കും. ഇത് നമുക്ക് 1000cc വരുന്ന ടോപ്പ് ആൻഡ് ആവുകൊണ്ട് നമുക്ക് അതിൽ 2.40 കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. 2.20 റേഞ്ചിലൊക്കെ നമുക്ക് 2.20 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പിലാട്ടോ വണ്ടി കിടക്കുന്നത്. എടുക്കുന്നൊക്കെ വേറെ വർക്കൊന്നുമില്ല. ഒന്നുമില്ല, നമുക്ക് അങ്ങനെ മെക്കാനിക്കലൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത വണ്ടികളാണ്. പിന്നെ ഫ്ലഡ് അതുപോലെ മേജർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. അതിലും നമുക്ക് ബുദ്ധിമുട്ടും. അടുത്ത വീണ്ടും ഒരു LXi വാഗനർ നമ്മളത്തില്. മോഡൽ ഏതാ? 2014 മോഡൽ. 2014 പറയുമ്പോൾ ചെറിയ ഫേസ് ലിഫ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്, ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. സെയിം K സീരീസ് എഞ്ചിൻ തന്നെ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്. പിന്നെ K സീരീസ് എഞ്ചിൻ ആണ്. 15 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 98,000. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി നമുക്ക് എടുത്തു, കുഴപ്പമില്ല. 2014 മോഡൽ 2014 വാഗനർ. റേറ്റ് എത്ര വരുന്നത്? ഇത് ഫസ്റ്റ് ഓണർഷിപ്പിലാട്ടോ വണ്ടി കിടക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ സീക്കർ അത്യാവശ്യം വലിയ ഇതില്ല. അത് നമുക്ക് ബോണറ്റ് റീപ്ലേസ് വരുന്നുണ്ട്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റ് അല്ലാണ്ട് റേഡിയേറ്റർ ഇല്ല, എല്ലാവരും ഉള്ളിൽ എവിടെയും തട്ടിയിട്ടൊന്നുമില്ല. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്കൊരു 2.60 ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണ് മാക്സിമം 2.25 വരെ ലോണ് കിട്ടും. നമുക്ക് ഒരു ഫൈനൽ 2.5 വണ്ടി നമുക്ക് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 2014 മോഡൽ 2014 മോഡൽ റീപ്ലേസ് ഉണ്ടെങ്കിൽ കൂടെ തെറ്റില്ല, കുഴപ്പമില്ല. നമുക്ക് എന്താ വെച്ചാൽ വണ്ടി പോയിട്ടുണ്ട്, ഉള്ളിലേക്ക് വല്ല തട്ടലോ മുട്ടലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. മെയിൻ ക്ലാസ് നമുക്ക് തട്ടിയിട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇത് പേച്ച് വർക്കും കാര്യങ്ങളെന്തോ ടച്ചപ്പ് ചെയ്തപ്പോൾ അങ്ങനെ മാറ്റിയതാണ് അവര്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഹോണ്ട അമേസ് 2015-16 രജിസ്ട്രേഷൻ. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ വരുന്നുണ്ട്. ഡീസൽ വേരിയന്റ് ഏതാ വരുന്നത്? വേരിയന്റ് അത് നോക്കണം, ചെറിയ സംശയമുണ്ട് എനിക്ക്. എല്ലാ വീൽസ് കാണുന്നില്ല. ബാക്കിൽ എസിന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. SLT വേരിയന്റ് വരുന്നത്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, എയർ ബാഗ് അന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് ഓർമ്മയിലുള്ളത്. എയർ ബാഗ് ഇല്ല. അത് നമുക്ക് ചെക്ക് ചെയ്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 79,000 കിലോമീറ്റർ. ആകെ 79,000. 1.79 അല്ലല്ലോ? അല്ല 79 ഓടിയിട്ടുള്ളൂ. ആകെ 79,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015-16 2015-16 രജിസ്ട്രേഷൻ. 2015-16 അമേസ്. അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്കൊരു 4 രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം രൂപയ്ക്ക് 2015 ലോൺ 0 പേയ്മെന്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. റീപ്ലേസ് ഉള്ളതിനെ കൊണ്ടാണോ? റീപ്ലേസ് നിലവിലൊന്നും നമ്മൾ പറഞ്ഞില്ല, റീപ്ലേസ് ഇല്ല. അപ്പൊ വില വ്യത്യാസം വന്നത് അതെന്തോ വെച്ചാല് ഒന്നുമില്ല, നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാന്ന് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ. താർക്ക് അടുത്തത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. ഡീസൽ പെട്രോൾ ആണോ? ഡീസൽ ആണ്. VDI. ഓക്കെ. DDIs എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട്. LDI VDI ZDI അല്ല, VDIയിൽ തന്നെ എല്ലോയ്സ് ചെയ്തല്ലേ? ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ചെയ്തിട്ടുണ്ട്. ഓണിക്സിന്റെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1.47. 1.47. ഇത് 2014-16 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ. 14-16 രജിസ്ട്രേഷൻ. ഭയങ്കര ഗ്യാപ്പ്. 14-15 കാണാറുണ്ട്. ചിലത് നമ്മൾ ഈ ആൾക്കാരൊക്കെ ഗൾഫിലോട്ടൊക്കെ പോകുമ്പോൾ പിന്നെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വരുന്നൊക്കെയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ. അതിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഫൈനൊന്നും ഉണ്ടാവില്ല. 16 വെച്ചിട്ടാണ് നമുക്ക് റിന്യൂവൽ വരുന്നത്, ടെസ്റ്റ് വരുന്ന കാര്യങ്ങൾ. 31 വരെ പേപ്പർ ഉണ്ട്. 31 വരെ. റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്കൊരു 4 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ വേണ്ടി. 4 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. അതിൽ നമുക്കൊരു 3.45 ട്രാക്ക് ഒക്കെ വെച്ചാൽ നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ 1.47 കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങൾ എടുത്തു കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പിലെ കമ്പനി ഹിസ്റ്ററിയാണ്. മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ഇല്ല, നമുക്ക്
ഇതിൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണറ്റ് റീപ്ലേസ് ബോണറ്റ് അല്ലാണ്ട് പാനൽ അവനൊന്നും നമുക്ക് തട്ടിയ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല. ബോണറ്റ് റീപ്ലേസ് മാത്രം. ഓക്കെ 14-16 വണ്ടി 4 ലക്ഷം നമുക്ക് കൊടുക്കാം. അടുത്ത ബൊളേറോ? അടുത്ത ബൊലേറോ വീണ്ടും 2013-14 രജിസ്ട്രേഷൻ. 13-14 ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഇത് M2DA അല്ലേ വരിക? എഞ്ചിൻ വരുന്നത് M2DA അല്ലേ? എഞ്ചിൻ വരുന്നത് കറക്റ്റ് ആയിട്ട് കാര്യമില്ല, നമുക്ക് നോക്കാം. SLE ആണ് വരുന്നത്. ബാഡ്ജിങ് SLS-ന്റെ ആണല്ലോ. അതെ, ഇത് കാണിക്കും നമ്മളിതിൽ SLE ആണ് ഇതിൽ വന്നിട്ടുള്ളത്. SLE അല്ലേ? പവർ വിൻഡോസ് വരുന്നില്ല, പക്ഷേ AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്. ഇന്റീരിയർ അത്യാവശ്യം നീറ്റ് ആണ്. മോഡൽ ഏതായിരുന്നു? 2012-13? 13-14 രജിസ്ട്രേഷൻ. 13-14 മോഡൽ ബൊളേറോ. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സാധാരണ 80,000 കൂടിയ ബൊളേറോ കാണാറില്ല. അത് ജെനുവിൻ കിലോമീറ്റർ? ജെനുവിൻ കിലോമീറ്റർ. നമ്മൾ മറിക്കാനോ തിരിക്കാനോ കിട്ടില്ല, നമുക്ക് കിട്ടുമ്പോൾ അങ്ങനെ തന്നെയാണ്. 80,000 ജെനുവിൻ കിലോമീറ്റർ അല്ലേ? അതെ, ജെനുവിൻ കിലോമീറ്റർ ആണ്. ഓക്കെ. ബൊളേറോ റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 3.25 ചോദിക്കുന്നുണ്ട്. മാക്സിമം 0 പേയ്മെന്റിൽ ഇറക്കാവുന്ന ഒരു വണ്ടിയാണിത്. 3.5 ആക്കാൻ പറ്റുമോ? ചെറിയ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 13-14 നമുക്ക് എന്താ വെച്ചാൽ 3.5 അത് അത്രത്തോളം കഴിയില്ലെങ്കിലും 3.25 അടിയിൽ 3.5 അടിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും കയറ്റി കൊടുക്കാം. 3.5 എന്തായാലും ലോണ് കയറും. ശരി, മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഹോണ്ട ജാസ് V ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. പെട്രോൾ ആണോ ഡീസൽ? ഡീസൽ 2015 മോഡൽ വണ്ടി. ഡീസൽ അതിന് കൂടെ നമ്മൾ മുന്നേ കണ്ട MAZ പോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ടാവും. മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേസമയത്ത് V എന്ന് പറയുന്ന നേരം ബാക്ക് സെൻസേഴ്സും പിന്നെ ബാക്ക് വൈപ്പർ കമ്പനി അലോയ് വീൽസ് എല്ലാം തന്നെ MAZ-ലേക്ക് വരുന്ന ഫീച്ചർ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ് ആയിരിക്കും. അത്യാവശ്യം ഇന്റീരിയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ്. നല്ല ക്വാളിറ്റി ചെയ്ത് വണ്ടി തന്നെ മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയിലുള്ളത്. നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട്, അകത്തും ഒരേപോലെ ആയിട്ട്. 2015 MAZ സിംഗിൾ ഓണർഷിപ്പ് ആണത്. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 5.5 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 20 പുറത്ത് മൈലേജ് കിട്ടുന്ന 2 ഹോണ്ടന്റെ വണ്ടികളല്ലേ? അതെ, 5.5 റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കും. ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാം. ഒരു 5 റുപ്യന്റെ അടുത്ത് ലോൺ കിട്ടും, നമുക്ക് ചെയ്ത് കൊടുക്കും. അടുത്ത് പോളോ ഡീസൽ വരുന്നത് 2014 ഹൈലൈന് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഹൈലൈൻ പ്ലസ്. ഹൈലൈൻ ആണ് പ്ലസ് വരുന്നില്ല, ഹൈലൈനാണ് വരുന്നത്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഡീസലാണ് ഇത്. ഡീസൽ 2014 എന്ന് പറയുന്ന നേരം 1.5 അല്ലേ വരുന്നത്? 1.5 എഞ്ചിൻ എന്ന് പറയുന്ന നേരം അത്യാവശ്യം മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി 1.2-നേക്കാളും കുറവായിരിക്കും. അതേ സമയത്ത് തന്നെ മൈലേജ് ഏകദേശം 18-20 റേഞ്ചിൽ. മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഡ്യുവൽ എയർ ബാഗ് എല്ലാം വരുന്നു. എല്ലാ ഫീച്ചേഴ്സും വരുന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി. ഇപ്പൊ റേറ്റ് എത്ര ചോദിക്കുന്നത്? 2015 ഹൈലൈൻ നമുക്കൊരു 4.20 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആണ്, ചെയ്ത് കൊടുക്കാം. 1.20 ഓട്ടോ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്കിവിടെ ഷോറൂം ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോപ്പർലി കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല, നമുക്ക് എന്നാലും എടുത്തു കൊടുക്കാം. കസ്റ്റമർ വർക്ക് അയച്ചാൽ നമുക്ക് എടുത്തു കൊടുക്കാം. റേറ്റ് നമുക്കൊരു 4.20 ചോദിക്കുന്നുണ്ട്. നമുക്കൊരു 4.10 ആ റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ നമുക്ക് ട്രാക്ക് ഓക്കെ തന്നെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.25-3.5-3.25 നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത 2010 റെഡ്സ് KL01 തലസ്ഥാനം അവിടുന്ന് വന്ന വണ്ടിയാണ്. ഇത് VXI ആണ് വരുന്നത്. VXI വേർഷൻ വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സും കാണുന്നുണ്ട്. അലവിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? 75,000 കിലോമീറ്റർ ജെനുവിന് ഓടിയിട്ടുള്ളൂ. ആകെ 75,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. പിന്നെ ബാക്ക് സെൻസേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. പിന്നെ ബോണറ്റ് നമുക്ക് റീപ്ലേസ് വന്നിട്ടുണ്ട്. വേറെ മേജറായിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്വാളിറ്റിയിൽ നമുക്ക് വണ്ടി ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കാം. ആ ഒരു ജെനുവിൻ കിലോമീറ്റർ ആവുകൊണ്ട് അത്രയും നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. ജെനുവിൻ കിലോമീറ്റർ ആവുകൊണ്ട് സീരീസ് 1.2 എഞ്ചിനാണ്. 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. 13 മേലെ 15-ന്റെ ഉള്ളിൽ നമുക്ക് മൈലേജ് വരുന്നുള്ളൂ പറയുന്നുണ്ട്. അതെ. റേറ്റ് എത്രയൊക്കെ? റേറ്റ് നമ്മൾ 2.10 ചോദിക്കുന്നുണ്ട്. ഓക്കെ. അതിന് ഫിനാൻസിന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. 10 മോഡൽ ആവുകൊണ്ട് ഇനി നമുക്ക് പ്രൈവറ്റ് ഫിനാൻസ് ചെയ്തെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പെരുന്നമ്മ ഏരിയയിലാച്ചെങ്കിൽ നമ്മൾ സാധാരണ ഡീസൽ ഈ റേറ്റിന് കാണാറുണ്ട്. പെട്രോൾ കാണുന്ന ഇതിലും കുറച്ച് റേറ്റ് എന്താ പറയുക, പക്ക ക്വാളിറ്റി വണ്ടിയാണ്. നമ്മൾ ധൈര്യത്തിൽ പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാല് പൈസക്കുള്ള മുതൽ എടുക്കുന്നവർക്കുണ്ട്. ഓടിച്ചു നോക്കി അവർക്ക് മനസ്സിലാവും. അത് നമ്മൾ അത്രയും ധൈര്യത്തിൽ പറഞ്ഞു കേട്ടാൽ മതി. ശരി. അടുത്ത ഷിഫ്റ്റ് VXI പെട്രോൾ
ന്യൂ മോഡൽ ആട്ടോ, ന്യൂ ഷേപ്പിൽ വരുന്ന 2019 22 വരെയുള്ള സ്വിഫ്റ്റ് VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല, ഒക്കെ നമ്മൾ ഫുൾ ഗ്യാരണ്ടി കൊടുക്കും. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ ഒരുപാട് ഓടിയോ? മൈലേജ് ഉള്ളതാണ്. 26,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആകെ ഓടിയിട്ടുള്ളൂ. ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. പുതിയ സ്വിഫ്റ്റ് വെച്ച് നോക്കുന്ന നേരം ഈ ഒരു സ്വിഫ്റ്റിന് ഇപ്പോഴും നല്ല അത്യാവശ്യം ഒരു മാർക്കറ്റിംഗ് വരുന്നുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ പുതിയ സ്വിഫ്റ്റ് വരുന്നത് 3 സിലിണ്ടർ ആണ്. ഇതിന്റെ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ എഞ്ചിനിൽ കിട്ടുന്ന ഒരു ഡ്യൂറബിലിറ്റി ഒന്നും കിട്ടില്ല. ഫസ്റ്റ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, ക്ലെയിം, ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല, ഫുൾ ഗ്യാരണ്ടി. ക്ലീൻ പീസ് വണ്ടി, ഒരു റീപ്ലേസ് നമുക്ക് ഗ്യാരണ്ടി ഒന്നും വന്നിട്ടില്ല. എത്ര റേറ്റ് എത്ര വരുന്നത്? റേറ്റ് നമുക്ക് 6,10 ഫൈനൽ ചെയ്ത് കൊടുക്കും. 6,10 2019 സ്വിഫ്റ്റ് VXI വണ്ടി. ഓക്കെ. പുതിയ സ്വിഫ്റ്റ് അവസാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു 8,20 രൂപയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഏകദേശം 9ന്റെ പുറത്തേക്ക് നമുക്കൊരു 6,10 ഫൈനൽ ചെയ്ത് കൊടുക്കാം. ലോണ് 5.25 ലോൺ ചെയ്ത് കൊടുക്കാം. ട്രാക്ക് കുഴപ്പമില്ലാത്ത ആൾക്കാരാച്ചാൽ നമുക്ക് 5.25 വരെ മാക്സിമം, നമുക്ക് 5.5 മാക്സിമം 5.25 ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നു. സാധാരണ 2019 വണ്ടി 5.25 റേഞ്ചിൽ കാണാറുണ്ട്. പക്ഷേ കിലോമീറ്റർ ഒരുപാടുണ്ട്. ജെനുവൻ കിലോമീറ്റർ ആണ്. ഒരു റീപ്ലേസ് ഒന്നും നമുക്ക് കയറിയിട്ടില്ല. ഒന്നും ചെയ്യാമല്ലോ, എല്ലാ മെക്കാനിക്കലും ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട്. അതുപോലെ എന്താ വെച്ചാൽ നമ്മളിവിടെ ഇവിടുന്നായിട്ട് ഒരുപാട് ഷോറൂമുകൾ വരുന്നുണ്ട്. എല്ലാവിധ വണ്ടികളുടെ ഷോറൂമുണ്ട്. അവർക്ക് അവിടെ ചെക്കിങ്ങിന് കൊടുക്കാം, എല്ലാം തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചു കൊടുക്കാം. അവർ കൊണ്ട് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇവിടെ അടുത്ത വർക്ക്ഷോപ്പും കാര്യങ്ങളും ഉണ്ട്, അവിടെ കാണിച്ച് എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് റാത്തായിട്ട് മാത്രം എടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ബോഡി കാണിച്ചു കൊടുക്കാം. ഇത് 2009 മോഡല് A4 ആണ്. A4 കുറച്ച് കിലോമീറ്റർ വളരെ ലോ ഓടിയിട്ടുള്ളൂ. ആകെ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ എല്ലാം ഒക്കെ വർക്കിംഗ് ആണ്. 2 ലിറ്റർ എഞ്ചിൻ അല്ലേ? 2.0 വേറെ തട്ടമുട്ട റീപ്ലേസ് അപാകത കാര്യങ്ങളൊന്നുമില്ല. കുറഞ്ഞ കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. എല്ലാ മെക്കാനിക്കൽ എല്ലാ ഭാഗങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. സൺറൂഫും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ് വണ്ടിക്ക്. ഒന്നുമില്ല, ലക്ഷറി വണ്ടിയാണ്. വർക്കും കാര്യങ്ങളൊന്നുമില്ല. അവർ NOC നമ്പറോട് നമ്മുടെ നാട്ടിലോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മള് HR ഹരിയാന സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കമ്പനി ഹിസ്റ്ററി നമുക്ക് എടുത്തു നോക്കാം. എന്നാലും നമുക്ക് ധൈര്യത്തിൽ എടുത്തു. അതായത് കുറച്ച് ക്വാളിറ്റി ധൈര്യത്തിൽ പറയാൻ പറ്റും. കാരണം ആകെ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, അത്യാവശ്യം ബോഡി ക്വാളിറ്റി എല്ലാ ക്വാളിറ്റി ഇല്ല. ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീവണ്ടി ആണെങ്കിൽ കൂടി നമ്മളെല്ലാ റീപ്ലേസ് കാര്യങ്ങൾ കയറാത്തതുകൊണ്ട് നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ ഒന്ന് ടച്ചപ്പ് പോളിഷും കാര്യങ്ങളും ചെയ്യാണ്ട് വന്ന് നമ്മൾ നിർത്തിയിട്ടായിട്ടുള്ളൂ. ആ കാര്യങ്ങൾ നമുക്ക് NOC നമുക്കൊരു 6.5 ചെയ്ത് കൊടുക്കാം. 6.5 NOC-ലാണ്. അടുത്തത് എസ്ക്രോസ് ആണ്. ന്യൂ ഷേപ്പ് അവസാനം ഇറങ്ങിയിട്ടുള്ള എസ്ക്രോസ്. ഡീസൽ അല്ല, ഡീസൽ ഹൈബ്രിഡിൽ വരുന്ന ഫേസ് ലിഫ്റ്റ് വരുന്ന ഏറ്റവും അവസാനത്തെ മോഡലാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആൽഫ എന്നുള്ള അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 14 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അന്നത്തെ ഇതിൽ വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 1.41 ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററി നമുക്ക് 1.20 1.30 വരെ കമ്പനി ഹിസ്റ്ററി സർവീസും കാര്യങ്ങളും വണ്ടി എല്ലാം പക്കാണ്. റീപ്ലേസ് ഈ ബോണറ്റ് വരുന്നുണ്ട്. അത് ഹിസ്റ്ററി തന്നെ പെട്ടെന്ന് ചെയ്തതാണ്. അങ്ങനെ അത് മേജർ ആയിട്ടൊന്നുമില്ല. എന്തോ പാച്ച് സ്ക്രാച്ച് എന്തായിട്ട് അവർ തന്നെ മാറ്റിയതാണ്. അത് റീപ്ലേസ് ആക്കിയതാണ്. നമുക്ക് 1.20 വരെ അല്ല ഹിസ്റ്ററിയും കാര്യങ്ങളും എടുക്കാവുന്ന ഒരു വണ്ടിയാണ്. ശരി. മൈലേജ് 20 പുറത്ത് 24 റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 1.40 കിലോമീറ്റർ ജെനുവിനാണ്. കാരണം അത്രയും ഓടുന്ന ബിസിനസ്മാനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാകുമ്പോൾ അത്യാവശ്യം ഓടുന്ന ഒരാളാകുമ്പോൾ ശരി അത് ജെനുവിൻ ആയിട്ട് വരുന്നില്ല. മറ്റേ മറിക്കാനോ ഒന്നും ചെയ്യാൻ നമ്മള് ഇപ്പൊ എത്ര ചോദിക്കുന്നത്? നമുക്കൊരു 7.5 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 7.5 2018 ആൽഫ. അത് നമുക്ക് നല്ല ഹിസ്റ്ററി ട്രാക്കിൽ ഒരാളാച്ചങ്ങ് നമുക്ക് ഫുള്ള് ലോൺ തന്നെ ചെയ്തു. ഡീസൽ എഞ്ചിനാണ് മെയിൻറ്റെയിൻ ചെയ്തതാണെങ്കിൽ നല്ലൊരു വാല്യൂ ഫോർ മണിയുള്ള ഡീലാണ്. അത്യാവശ്യം ലോണും ചെയ്യാം. 8 എന്തായാലും വാല്യൂഷൻ വരും. 8 ലക്ഷം റേഞ്ചിൽ നമുക്ക് വാല്യൂഷൻ കിട്ടാവുന്ന. അതാണ് പറഞ്ഞത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത്. അതിന് മുകളിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. പിന്നെ ട്രാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. കാരണം നമുക്ക് ഫുൾ ലോണേ പറയാൻ കഴിയുള്ളൂ. നമുക്ക് പിന്നെ ക്യാഷ് ബാക്കിന്റെ കാര്യങ്ങൾ ഇതും നമുക്ക് ചെയ്യാൻ കഴിയുന്നറിയില്ല. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം. നിലവിൽ മാരുതി എസ്ക്രോസ് പെട്രോൾ ആക്കി പിന്നെ നിർത്തലാക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഡീസലിൽ അത്യാവശ്യം മൈലേജും ഫുൾ ക്വാളിറ്റിയാണ് വണ്ടി. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത്. ശരി, നമുക്ക് ഏർക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ക്രെറ്റ പെട്രോൾ ആണോ ഡീസൽ? ഡീസൽ 2015 മോഡൽ. ഇത് 1.4 ആണോ 1.6 ആണോ വരിക? അത് 1.6 ആണ് വരുന്നത്. XX ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത്. SX ഓപ്ഷൻ വരുന്ന ഫുൾ ഓപ്ഷൻ. സൺറൂഫ് ഉണ്ടോ? അപ്പോൾ സൺറൂഫ് ഇല്ല. അന്ന് സൺറൂഫ് ഇല്ലാത്ത ഫുൾ ഓപ്ഷൻ വരുന്ന മോഡൽ. 2016 ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ അല്ലേ? 2015 അതായത് 2015 മോഡൽ 15. ഓക്കെ.
കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? 1.25 ഓടിയിട്ടുണ്ട്. 1.25 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി ഹിസ്റ്ററി എടുക്കാം. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡിൽ എടുക്കാം. നമ്മുടെ പേരിലോട്ട് മാറിയ വണ്ടിയാണ് ഇപ്പോൾ. ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വന്നിട്ടുള്ളത് മൊത്തത്തിൽ. ഹിസ്റ്ററി എല്ലാം പക്കയല്ലേ? ഹിസ്റ്ററി പക്കയാണ്, നമുക്ക് എടുക്കാവുന്നത്. ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീരൂല, അത്രയുണ്ട്. ഫുൾ ഓപ്ഷൻ ആവുന്നുണ്ട്. പിന്നെ കാണുന്നവർക്ക് മനസ്സിലാവില്ല SX ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ അറിയാവുന്ന. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC, എയർ ബാഗ്സ് ഇതിൽ 6 എണ്ണം വരൂലേ? 6 വരുന്നുണ്ട്. 6 എയർ ബാഗ് വരും. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. റേറ്റ് എത്ര വണ്ടിക്ക്? റേറ്റ് നമുക്ക് 8.5 ചോദിക്കുന്നുണ്ട്. ചെറിയ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. പുതിയ കറക്റ്റ് ഇറങ്ങിയതിനെ കൊണ്ട് ഇതിന് ചെറിയൊരു മാർക്കറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. പെട്രോളും ഡീസലും ഈ ഷേപ്പിന്. എത്ര ഇതിന് ലോൺ കിട്ടും? ലോൺ നമുക്ക് ട്രാക്ക് ഓക്കെ മാക്സിമം ഒരു 8 രൂപേന്റെ അടുത്തൊക്കെ നമുക്ക് ചെയ്യാവുന്നത്. 8 കുറയൂലേ? എന്തെങ്കിലുമൊക്കെ ചെറിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കസ്റ്റമർ വിളിക്കുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം, മാറ്റം വരുത്താൻ പറ്റും. മാറ്റം വരുത്താം.